14 വയസ്സുകാരന്റെ മനോവിചാരം എങ്ങനെയൊക്കെയാണെന്നുള്ളത് അതിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ചോയ് ലേനാഡോ എന്ന ഒരു ആവിക്കപ്പലിൽ പാരീസിലേക്ക് യാത്ര തുടങ്ങുന്നതാണ് ഈ പുസ്തകത്തിന്റെ തുടക്കം. മയ്യഴിപ്പുഴയുടെ തീരത്തുള്ള കൊച്ചി ഗ്രാമത്തിലെ സ്വപ്നക്കാരൻ കുഞ്ഞമ്പു എന്ന ആളുടെ മകനാണ് ചോയിയുടെ അമ്മ ചാപ്പ, പെങ്ങള് കമല. അതോടൊപ്പം തന്നെ പണ്ട് കാലമായതുകൊണ്ട് ഒരു കൂട്ടുകുടുംബമായതുകൊണ്ട് തന്നെ 10-14 പേരെ നല്ല ലാച്ചാറ് നിലനിൽക്കുന്ന ഒരു കുടുംബമാണ്. ലാച്ചാർ എന്ന വാക്കിന്റെ അർത്ഥം ലാച്ചാർ. ഈ പുസ്തകത്തില് ലാച്ചാറ്, ലെക്കോട്ട്, അതുപോലെ പഴയ മലയാള വാക്കുകൾ അടങ്ങിയ ഒരു പുസ്തകമാണ്. ലാച്ചാർ എന്ന വാക്കിന്റെ അർത്ഥം ദാരിദ്ര്യമാണ്, ദാരിദ്ര്യം എന്നാണ്. അപ്പൊ കടുത്ത ലാച്ചാർ നിലനിൽക്കുന്ന ഒരു കുടുംബമാണ് ചോയിയുടെ. ചോയിയുടെ അച്ഛൻ കൊപ്രക്കാരൻ കുഞ്ഞമ്പു. അദ്ദേഹം നാട്ടിലൂടെ നടന്ന് കൊപ്രയെല്ലാം കൊപ്രയെല്ലാം ശേഖരിച്ച് അത് ചന്തയിൽ അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ടാണ് അദ്ദേഹം നോക്കുന്നത്. പക്ഷെ ആ ജോലി കൊണ്ട് അതൊരു സീസണൽ ജോലിയാണ്. മഴയുള്ള സമയത്ത് കൊപ്ര ഉണങ്ങാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തെ കൈപിടിച്ച് വെക്കാൻ വേണ്ടി ചോയി തന്റെ പഠനം നിർത്തി അച്ഛൻ്റെ കൂടെ വേറൊരു ജോലിക്കായിട്ട് അറിയാം. കൂടെ നന്നാക്കുന്ന തൊഴിലാണ് ചോയി കഴിയുന്നത്. ആ തൊഴില് ചോയി സ്വയം പഠിച്ചെടുത്താണെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അച്ഛന് ജോലിയുള്ള സമയത്ത് ചോയ്ക്ക് ജോലി ഉണ്ടാവില്ല. കാരണം മഴയുടെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ചോയ്ക്ക് ജോലിയുള്ള സമയത്ത് അച്ഛന് പണി ഉണ്ടാവില്ല. അപ്പോഴും ദാരിദ്ര്യം ലച്ചാറ് വീട്ടിൽ നിലനിൽക്കുകയാണ്. ഈ ലച്ചാറിനെ മറികടക്കുന്നതിനും പ്രായമായ പെങ്ങൾ കമലയെ വിവാഹം കഴിക്കുന്നതിനും വേണ്ടിയിട്ട് ചോയി പാരീസിലേക്ക് യാത്രയാവും. അതാണ് കഥയുടെ തുടക്കം. കുടുംബത്തെ രക്ഷിക്കണം, അതോടൊപ്പം തന്നെ സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ച് വിടണം. ഇത് കഥ മൊത്തം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നില്ല. കഥയുടെ സാരം ഇതിനകത്ത് പറയുകയാണ്. ഒരു ശാന്തിവട്ട് പോലും മേടിക്കാൻ പറ്റാത്ത ഒരാളായി മാറിയാണ് ചോയി. വീട്ടിൽ അത്ര ദാരിദ്ര്യമാണ്. ശാന്തിവട്ട് പോലും മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, കുടുംബത്തെ പേടാൻ പറ്റുന്നില്ല. അപ്പൊ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ ലക്ഷ്യങ്ങളൊക്കെ കുടുംബത്തെ രക്ഷിക്കണം, കമലയെ നല്ല വിവാഹം കഴിപ്പിക്കണം